വിദേശത്ത് മരിച്ച യുവാവിന്റെ മൃതദേഹം മാറി നാട്ടിലെത്തിച്ച സംഭവത്തിൽ ഉണർന്നു പ്രവർത്തിച്ച് കോൺഗ്രസ് എംപി ആന്റോ ആന്റണി. ഇന്നലെ രാവിലെ മൃതദേഹം മാറിയ വിവരം യുവാവിന്റെ ബന്ധുക്കൾ എംപി അറിയിച്ച ഉടൻ തന്നെ എംപി കാര്യക്ഷമമായി പ്രവർത്തിക്കുകയാണുണ്ടായത്. ഉടൻ തന്നെ എംപി വിദേശകാര്യ മന്ത്രാലയത്തിലേക്കും അവിടെ നിന്ന് സൗദി എംബസിയിലേക്കും വിവരം അറിയിച്ചു. ഇതോടെ മുഖ്യമന്ത്രിയുടെ ഓഫീസും സംഭവത്തിൽ ഇടപെട്ടു. ഫെബ്രുവരി 27-ന് സൗദിയിൽ വെച്ച് ഹൃദയാഘാതം മൂലമാണ് കോന്നി കുമ്മണ്ണൂർ ഈട്ടിമൂട്ടിൽ ഫാത്തിമ ബീവിയുടെ മകൻ റഫീഖ് മരിച്ചത്. ഈ മൃതദേഹമാണ് മാറിപ്പോയത്. റഫീഖിന്റെ മൃതദേഹത്തിന് പകരം ഒരു സ്ത്രീയുടെ മൃതദേഹമാണ് മാറി നാട്ടിലെത്തിയത്. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം എംബാം ചെയ്ത് ബന്ധുക്കൾ കണ്ട റഫീഖിന്റെ മൃതദേഹം സൗദി എയർലൈൻസിന്റെ കാർഗോയിലേക്ക് കയറ്റിവിട്ടിരുന്നു. എന്നാൽ പെട്ടി നമ്പർ ഒട്ടിച്ചപ്പോൾ ശ്രീലങ്കൻ സ്ത്രീയുടെയും റഫീഖിന്റെയും നമ്പറുകൾ പരസ്പരം മാറിയതാണ് പെട്ടി മാറാൻ ഇടയായത്. ഇന്ത്യൻ എംബസിയുമായി മുഖ്യമന്ത്രിയുടെ ഓഫീസും ബന്ധപ്പെട്ടിട്ടുണ്ട്. റഫീഖിന്റേത് 5-ാം നമ്പരും ശ്രീലങ്കക്കാരിയുടെ 20-ാം നമ്പരുമായിരുന്നു. റഫീഖിന്റെ മൃതദേഹ പട്ടി തുറക്കാതെ തന്നെ ശ്രീലങ്കയിൽ സൂക്ഷിച്ചിട്ടുണ്ടെന്നും 2 ദിവസത്തിനകം കാർഗോയുടെ ഉത്തരവാദിത്തത്തിൽ മൃതദേഹങ്ങൾ യഥാസ്ഥലത്ത് എത്തിക്കാൻ തീരുമാനമായതായും പോലീസ് പറഞ്ഞു. കൊച്ചിയിലെ കാർഗോ ഉദ്യോഗസ്ഥർ കോന്നി പോലീസുമായി ബന്ധപ്പെട്ടിരുന്നു. സൗദിയിൽ ഇലക്ട്രീഷ്യനായിരുന്നു റഫീഖ്. ഭാര്യ സുറുമി ഗർഭിണിയാണ്. 5 വയസ്സുള്ള ഒരു ആൺകുട്ടിയുമുണ്ട് ഇവർക്ക്. അബാസർ ആശുപത്രിയിൽ മോർച്ചറിയിൽ സൂക്ഷിച്ചിരുന്ന മൃതദേഹം ബുധനാഴ്ച രാത്രിയാണ് നെടുമ്പാശ്ശേരിയിൽ എത്തിച്ചത്. എംബാം ചെയ്ത മൃതദേഹം അവിടെ നിന്ന് ബന്ധുക്കൾ ഏറ്റുവാങ്ങി രാത്രിയിൽ നാട്ടിലെത്തിച്ചിരുന്നു. ഇന്നലെ രാവിലെ മൃതദേഹം കുമ്മണ്ണൂർ മുസ്ലിം പള്ളിയിൽ കൊണ്ടുവന്ന് കബറടക്കാനായിരുന്നു തീരുമാനം. 9-ഓടെ പെട്ടി തുറന്നപ്പോഴാണ് മൃതദേഹം മാറിയ വിവരം ശ്രദ്ധയിൽപ്പെടുന്നത്. ഉടൻ തന്നെ ബന്ധുക്കൾ പോലീസിൽ വിവരം അറിയിച്ചു. കോന്നി സിഐയുടെ നേതൃത്വത്തിൽ സ്ഥലത്തെത്തിയ പോലീസ് സംഘം നടത്തിയ പരിശോധനയിലാണ് മേൽവിലാസം ശ്രദ്ധയിൽപ്പെട്ടത്. തുടർന്ന് അടൂർ RDOയ്ക്ക് റിപ്പോർട്ട് നൽകി. പ്രാഥമിക നടപടികൾക്ക് ശേഷം മൃതദേഹം കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. 51 വയസ്സുള്ള ബെന്ദാര മനിക്ക് ബലിജി എന്ന ശ്രീലങ്കൻ സ്ത്രീയുടെ മൃതദേഹമാണിതെന്ന് വ്യക്തമായി. പ്രാഥമിക നടപടികൾക്ക് ശേഷം ശ്രീലങ്കക്കാരിയുടെ മൃതദേഹം കോട്ടയം മെഡിക്കൽ കോളേജ് മോർച്ചറിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇവിടെ നിന്ന് മറ്റു നടപടികൾക്ക് ശേഷം നാട്ടിലേക്ക് അയക്കും. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.